ജാർഖണ്ഡിൽ തിളങ്ങി നിൽക്കുകയാണ് ഇന്ത്യ സഖ്യം. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിനായി മത്സരിക്കുന്നത് 4 പാർട്ടികളാണ്. ഇവയിൽ പല പാർട്ടികൾക്കും അവരുടെ ശക്തി അനുസരിച്ചാണ് സീറ്റ് വിഭജിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ പാർട്ടിയായ JM-ന് 43 സീറ്റാണ്. കോൺഗ്രസിന് 29, RJDക്ക് 5, CPI-ML-ന് 4 എന്നിങ്ങനെയായിരുന്നു സീറ്റ് വിഭജനം. നൽകിയ സീറ്റുകളിലെല്ലാം മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ് ഉണ്ടായത്. JM-M ലഭിച്ച 43 സീറ്റുകളിൽ 29ലും ലീഡ് നിലനിർത്തുന്നുണ്ട്. 29ൽ 13 സീറ്റിലും ലീഡ് ഉയർത്തി കോൺഗ്രസും ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. RJD ആകട്ടെ ലഭിച്ച 5 സീറ്റുകളിൽ മുന്നിലാണ്. CPI-ML-ന് മാത്രമാണ് 4ൽ 1 സീറ്റിൽ മാത്രം ലീഡ് നിലനിൽക്കുന്ന അവസ്ഥയുള്ളത്. 41 സീറ്റുകളാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടതെന്നിരിക്കെ 47 സീറ്റുകളിൽ ലീഡ് നിലനിർത്താനായതോടെയാണ് ഇന്ത്യ മുന്നണി കരുത്തു തെളിയിച്ചത്. 29നും 30നും ഇടയിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് NDAയുടെ ലീഡ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം NDAക്കാണ് സംസ്ഥാനത്ത് മുൻതൂക്കം വേണ്ടിയിരുന്നത്. എന്നാൽ ഉയർന്ന പോളിംഗ് ശതമാനം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലായിരുന്നു നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം. അതാണിപ്പോൾ കാണുന്നത്. ജാർഖണ്ഡിൽ 1213 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു വോട്ടെടുപ്പ്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, മുൻ BJP മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി, JM-M വിട്ട് BJP-യിലെത്തിയ ചെയ്പ്പൻ സോറൻ തുടങ്ങിയവരാണ് മത്സരരംഗത്തുണ്ടായിരുന്ന പ്രമുഖർ. ചുരുക്കത്തിൽ ഇന്ത്യ സഖ്യത്തിന് ആശ്വാസമാണ് ജാർഖണ്ഡ്.